നമസ്കാരമുണ്ട്. ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഇന്നൊരു ചിത്രം നെറ്റ്ഫ്ലിക്സിൽ കാണാനിടയായി. ഞാൻ ജസ്റ്റ് കണ്ടു എന്താ സംഭവം എന്ന് അറിയുമ്പോഴൊന്ന് കണ്ടു തുടങ്ങി. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ല, ഫുൾ ഫിനിഷ് ചെയ്തിട്ടാണ് എഴുന്നേറ്റ് നേരെ അതിനെപ്പറ്റി പറയാമെന്ന് നേരെ ക്യാമറ ഓണാക്കി പരിപാടി ചെയ്യാൻ തുടങ്ങി. കാര്യം ചിത്രം വളരെ കുറച്ചേ ഉള്ളൂ, 1 മണിക്കൂർ 40 മിനിറ്റ് അങ്ങനെയൊക്കെ എന്തോ ഒരു ഇതേ ഉള്ളൂ. ആ സിനിമ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് അവസാനിക്കും. ഫസ്റ്റ് ആ സിനിമയുടെ ഇത് നോക്കിയപ്പോൾ ഇതൊരു ഹിന്ദി സിനിമയാണെന്ന് ഒരു ഹിന്ദി സിനിമ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 60% ഇംഗ്ലീഷ് തന്നെയാണ് അതിൽ ഫുൾ സംസാരിക്കുന്നത്. ഒരു ഫോറിൻ സിനിമ കാണുന്ന ഫീൽ നമുക്ക് കിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ. ത്രില്ലറാണ്, വളരെ ഡീസൻ്റ് ആയ ഒരു ത്രില്ലർ. ഞാൻ അതിൻ്റെ ഒരു ചെറിയ പ്ലോട്ട് പറയാം. അതിൽ അഭിനയിച്ചിരിക്കുന്ന കരീന കപൂറാണ്. ഞാൻ കരീന കപൂറിൻ്റെ അധികം പടമൊന്നും കണ്ടിട്ടില്ല, അധികമൊന്നല്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആ പടം തലാശം കണ്ടിട്ടുള്ളൂ, അധികം ഹിന്ദി സിനിമയൊന്നും കാണാത്തതുകൊണ്ട്. പക്ഷേ എന്താ പറയുക, ഭയങ്കര അടിപൊളി ഒരു ആക്ട്രസ്സാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എന്താ പറയുക, അവരൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആൾ ഒരു പേഴ്സണൽ ലൈഫ് ഡിപ്രഷനും കാര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പയ്യൻ മിസ്സിങ് ആവുകയും ആ ഒരു മിസ്സിങ് കേസ് അന്വേഷിക്കാൻ വരുന്നതും അതുമായിട്ട് റിലേറ്റുള്ളൊരു കഥയാണിത്. വിഷ്വലൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഈ സിനിമയുടെ. ഭയങ്കര ക്യാമറയൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഒരുപാട് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു 60% ഫോറിൻ ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്നതും ഒക്കെ. ഇവർ ഈ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ എന്താ പറയുക, അന്വേഷണത്തിൻ്റെ ആ ഒരു ഇതൊക്കെ വളരെ സ്ലോ ആണ്. പക്ഷേ പിന്നെ പടപട കാര്യങ്ങൾ നീങ്ങുകയും നമ്മൾ ആദ്യം വിചാരിക്കും ഒരു സമയത്തുമ്പോൾ ഓക്കെ കഴിഞ്ഞു ഫിലിം ഏകദേശമൊക്കെ ഫിനിഷായി എന്ന് നമ്മൾ വിചാരിക്കുന്നൊരു സമയം ഉണ്ടാവും. ഓക്കെ ഇതാണ് ആൾ, ഓക്കെ. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ആ പടത്തെ എടുത്തുകൊണ്ട് പോവുക, വീണ്ടും നമ്മൾ വേറൊരു കുറ്റവാളിയിലോട്ട് എത്തുന്നു. അവിടെ നമ്മൾ വിചാരിക്കും ഓക്കെ അവിടെയും തീർന്നു, വീണ്ടും അടുത്ത ആളിലോട്ട് പോകും, അവിടെയും വിചാരിക്കും തീരും. പക്ഷേ അവിടെ എല്ലാം അവസാനം യഥാർത്ഥ കൊലയാളിയിലോട്ട് എത്തുന്നതും വളരെ ഡീസൻ്റായിട്ട് കഥ പറഞ്ഞ് പോയിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റ് പോലും ബോറടിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് കൊണ്ടുപോയി വളരെ ഡീസൻ്റായിട്ട് കഥ പറഞ്ഞ് കൊണ്ടു നിർത്തുന്നതും. പിന്നെ ഈ ഒരു ക്യാരക്ടർ അവരുടെ കരീന കപൂറിൻ്റെ കൈകളിൽ വളരെ എന്താ പറയുക, വളരെ ഭദ്രമായിരുന്നു. ഒന്നൊരു ഇമോഷണൽ, പിന്നെ ആളൊരു ഇൻവെസ്റ്റിഗേഷൻ, രണ്ടും ഒരേ ഇതിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നൊരു ക്യാരക്ടർ വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലുണ്ട്, പക്ഷേ റേറ്റിംഗ് വളരെ കുറവാണ്. IMDb കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. 5.9 IMDb കൊടുത്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് എന്താ പറയുക, വല്ലാതെ അണ്ടർ റേറ്റഡ് ആയിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു സിനിമയാണിത് കേട്ടോ. സിനിമയുടെ പേര് ദ ബർക്കിംഗ്ഹാം മർഡർ. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം. കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക. ടേക്ക് കെയർ.